എല്ലാവർക്കും നമസ്കാരം. കേന്ദ്ര സർക്കാരിന് കീഴിൽ വരുന്ന ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിലേക്ക് ഇപ്പോൾ വിവിധ യോഗ്യതയുള്ളവർക്ക് ജോലി അവസരമുണ്ട്. എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഡീറ്റെയിൽസ് നോക്കാം. ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് HPCLലേക്കാണ് വേക്കൻസി ഉള്ളത്. അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ്. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് മാർച്ച് 25. ഇനി തസ്തിക ഏതൊക്കെയാണെന്നും ഡീറ്റെയിൽസും നോക്കാം. ഒരുപാട് പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുണ്ട്. ആദ്യം എക്സ്പീരിയൻസ് വേണ്ടാത്ത പോസ്റ്റുകൾ നമുക്ക് നോക്കാം. ആദ്യത്തേത് ജൂനിയർ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ്. ശമ്പളം 30,000 മുതൽ 1,20,000 വരെയാണ്. വേക്കൻസി 10. പ്രായപരിധി മാക്സിമം 25 വയസ്സാണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് എഞ്ചിനീയറിംഗ് UG ഓർ PG അല്ലെങ്കിൽ മെഡിസിൻ ഒഴിച്ച് മറ്റെന്ത് ഡിഗ്രി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല. അടുത്തത് ജൂനിയർ എക്സിക്യൂട്ടീവ് സിവിലാണ്. ശമ്പളം സെയിം തന്നെയാണ്. 30,000 മുതൽ 1,20,000 വരെ. വേക്കൻസി 19. പ്രായപരിധി 25 വരെ. ക്വാളിഫിക്കേഷൻ വേണ്ടത് 3 ഇയർ ഫുൾ ടൈം ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്. അടുത്തത് ജൂനിയർ എക്സിക്യൂട്ടീവ് മെക്കാനിക്കൽ ആണ്. ശമ്പളം സെയിം ആണ്. വേക്കൻസി 207. പ്രായപരിധി 25 വരെ. ക്വാളിഫിക്കേഷൻ 3 ഇയർ ഫുൾ ടൈം റെഗുലർ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. അടുത്തത് ജൂനിയർ എക്സിക്യൂട്ടീവ് ഇലക്ട്രിക്കൽ ആണ്. ശമ്പളം സെയിം ആണ്. വേക്കൻസി 117. പ്രായപരിധി 25 വരെ. ക്വാളിഫിക്കേഷൻ വേണ്ടത് 3 ഇയർ ഫുൾ ടൈം ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. അടുത്തത് ജൂനിയർ എക്സിക്യൂട്ടീവ് കെമിക്കൽ. ശമ്പളം സെയിം തന്നെ. വേക്കൻസി 27. ക്വാളിഫിക്കേഷൻ വേണ്ടത് 3 ഇയർ ഫുൾ ടൈം റെഗുലർ ഡിപ്ലോമ ഇൻ കെമിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. എല്ലാ പോസ്റ്റുകളിലും ശമ്പളവും പ്രായപരിധിയും സെയിം ആണ്. അടുത്തത് ജൂനിയർ എക്സിക്യൂട്ടീവ് ക്വാളിറ്റി കൺട്രോൾ ആണ്. വേക്കൻസി 12. ക്വാളിഫിക്കേഷൻ വേണ്ടത് 3 ഇയർ ഫുൾ ടൈം റെഗുലർ ഗ്രാജുവേഷൻ ഇൻ കെമിസ്ട്രി ആണ്. BSc കെമിസ്ട്രി. അടുത്തത് ജൂനിയർ എക്സിക്യൂട്ടീവ് HR ആണ്. വേക്കൻസി 5. ക്വാളിഫിക്കേഷൻ വേണ്ടത് 3 ഇയർ ഫുൾ ടൈം റെഗുലർ BBA അല്ലെങ്കിൽ BBA ഓണേഴ്സ് അല്ലെങ്കിൽ BMS ആണ് വേണ്ടത് വിത്ത് HR സ്പെഷ്യലൈസേഷൻ. നെക്സ്റ്റ് ജൂനിയർ എക്സിക്യൂട്ടീവ് ഫയർ ആൻഡ് സേഫ്റ്റി ആണ്. വേക്കൻസി 16. ക്വാളിഫിക്കേഷൻ വേണ്ടത് എനി സയൻസ് ഗ്രാജുവേറ്റ് പ്ലസ് ഡിപ്ലോമ ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി വിത്ത് വാലിഡ് ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസും ഉണ്ടായിരിക്കണം. അടുത്ത പോസ്റ്റ് മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ്. ശമ്പളം 50,000 മുതൽ 1,60,000 വരെ. വേക്കൻസി 72. ക്വാളിഫിക്കേഷൻ വേണ്ടത് 4 ഇയർ ഫുൾ ടൈം റെഗുലർ എഞ്ചിനീയറിംഗ് കോഴ്സ് ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. ഇനിയുള്ളതെല്ലാം എഞ്ചിനീയറിംഗ് പോസ്റ്റുകളിലേക്കുള്ള വേക്കൻസികളാണ്. ശമ്പള സ്കെയിൽ എല്ലാ പോസ്റ്റിനും 50,000 മുതൽ 1,60,000 വരെയാണ്. അതാത് ഡിസിപ്ലിനിൽ 4 ഇയർ ഫുൾ ടൈം റെഗുലർ എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണ് വേണ്ടത്. തസ്തികകൾ നോക്കാം. ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ഉണ്ട്. സിവിൽ എഞ്ചിനീയർ, കെമിക്കൽ എഞ്ചിനീയർ ആണ്. ഈ 4 പോസ്റ്റുകളിലും അതാത് ബ്രാഞ്ചിൻ്റെ എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണ് വേണ്ടത്. നെക്സ്റ്റ് ഓഫീസർ ഫിനാൻസ് CA ആണ്. ശമ്പളം 50,000 മുതൽ 1,60,000 വരെ. പ്രായപരിധി 27 വരെയാണ്. വേക്കൻസി 30. ക്വാളിഫിക്കേഷൻ വേണ്ടത് ക്വാളിഫൈഡ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് CA കൂടാതെ 3 ഇയർ ഫുൾ ടൈം ഡിഗ്രിയാണ് വേണ്ടത്. അടുത്തത് ഓഫീസർ ഫിനാൻസ് CMA ആണ്. ശമ്പളം സെയിം തന്നെ. വേക്കൻസി 4. പ്രായപരിധി 27. ഇവിടെയും ക്വാളിഫിക്കേഷൻ വേണ്ടത് ക്വാളിഫൈഡ് കോസ്റ്റ് അക്കൗണ്ടൻറ്റ് CMA വിത്ത് 3 ഇയർ ഫുൾ ടൈം ഡിഗ്രിയാണ് വേണ്ടത്. നെക്സ്റ്റ് ഓഫീസർ ഫിനാൻസ് MBA ആണ്. വേക്കൻസി 4. പ്രായപരിധി 27. ക്വാളിഫിക്കേഷൻ വേണ്ടത് 2 ഇയർ ഫുൾ ടൈം മാസ്റ്റേഴ്സ് ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ MBA ഇൻ ഫിനാൻസ് കൂടാതെ 3 ഇയർ ഫുൾ ടൈം ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ ആണ്. അടുത്ത പോസ്റ്റ് ഓഫീസർ HR ആണ്. അവിടെയും എക്സ്പീരിയൻസ് ആവശ്യമില്ല. ക്വാളിഫിക്കേഷൻ വേണ്ടത് 2 ഇയർ ഫുൾ ടൈം PG ഡിഗ്രി അല്ലെങ്കിൽ ഇക്വലന്റ് കോഴ്സ് ഇൻ HR അല്ലെങ്കിൽ പേഴ്സണൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ IR അല്ലെങ്കിൽ സൈക്കോളജി ഓർ മാസ്റ്റേഴ്സ് ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ MBA ആണ് വേണ്ടത്. അടുത്ത പോസ്റ്റ് ഓഫീസർ IS ആണ്. ശമ്പളം 50,000 മുതൽ 1,60,000 വരെയാണ്. വേക്കൻസി 20. പ്രായപരിധി 25 വരെയാണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് 4 ഇയർ ഫുൾ ടൈം എഞ്ചിനീയറിംഗ് കോഴ്സ് ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഫുൾ ടൈം മാസ്റ്റേഴ്സ് ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ MCA ആണ്. എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇത്രയും പോസ്റ്റുകളാണ് ഫ്രഷേഴ്സിന് വേണ്ടിയുള്ള പോസ്റ്റുകൾ. ഇനി അങ്ങോട്ടുള്ളതെല്ലാം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ പോസ്റ്റുകളാണ്. അതനുസരിച്ച് ശമ്പള സ്കെയിലൊക്കെ വ്യത്യാസം വരും. പ്രായപരിധിയിൽ വ്യത്യാസമുണ്ട്. എക്സ്പീരിയൻസിൻ്റെ ഇയറും പറഞ്ഞിട്ടുണ്ട്. എത്ര വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്ന് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തേത് ജൂനിയർ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ അസിസ്റ്റന്റ് ഓഫീസർ അല്ലെങ്കിൽ ഓഫീസർ ഒഫീഷ്യൽ ലാംഗ്വേജ് ഹിന്ദി ഇംപ്ലിമെൻറ്റേഷൻ ആണ്.
ശമ്പള സ്കെയിൽ ഓരോ തസ്തികയ്ക്കും ഡിഫറൻ്റ് ആയിട്ടാണ് വരുന്നത്. വേക്കൻസി 3, പ്രായപരിധി 27, 30, 33 എന്നിങ്ങനെയാണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് 2 ഇയർ ഫുൾ ടൈം പോസ്റ്റ് ഗ്രാജുവേഷൻ ഹിന്ദി ആൻഡ് 3 ഇയർ ഫുൾ ടൈം ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ വിത്ത് ഇംഗ്ലീഷ് ആസ് എ സബ്ജക്റ്റ് ആണ്. ഓരോ പോസ്റ്റിൻ്റെയും എക്സ്പീരിയൻസ് കൊടുത്തിട്ടുണ്ട്. അടുത്തത് ഓഫീസർ CBG ഓപ്പറേഷൻസ് ആണ്. വേക്കൻസി 1, പ്രായപരിധി 30 വയസ്സ്. ഇവിടെ ക്വാളിഫിക്കേഷൻ വേണ്ടത് 2 ഇയർ ഫുൾ ടൈം MSc മൈക്രോബയോളജി ആണ്. എക്സ്പീരിയൻസ് 3 ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ്. നെക്സ്റ്റ് HR ലീഗൽ ഓഫീസർ ആണ്. വേക്കൻസി 2, പ്രായപരിധി 26. ക്വാളിഫിക്കേഷൻ വേണ്ടത് 3 ഇയർ ഫുൾ ടൈം കോഴ്സ് ഇൻ ലോ ആഫ്റ്റർ ഫുൾ ടൈം ഗ്രാജുവേഷൻ അല്ലെങ്കിൽ 5 ഇയർ കോഴ്സ് ഇൻ ലോ ആഫ്റ്റർ 12th സ്റ്റാൻഡേർഡ് ആണ്. 1 ഇയർ എക്സ്പീരിയൻസും ആവശ്യമാണ്. ഇങ്ങനെ താഴോട്ട് നോക്കുകയാണെങ്കിൽ ഒരുപാട് തസ്തികയിൽ അവസരമുണ്ട്. ഇനി അങ്ങോട്ടുള്ള പോസ്റ്റുകളിലൊക്കെ 5 വർഷത്തിൻ്റെയും അതുപോലെ തന്നെ 5 മുതൽ 8 വർഷം വരെയൊക്കെ എക്സ്പീരിയൻസ് വേണ്ട പോസ്റ്റുകളാണ്. 3 ഇയേഴ്സിൻ്റെ ഉണ്ട്. അപ്പോൾ ഒരുപാട് പോസ്റ്റുകളുണ്ട്, നിങ്ങൾക്ക് നോക്കിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നീട് ഓരോ ഡിസിപ്ലിനിലും എലിജിബിൾ ആയിട്ടുള്ള ഡിഗ്രി ഏതൊക്കെയാണെന്ന് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഓരോ ഡിസിപ്ലിനിലും വരുന്ന ഏതൊക്കെ ഡിഗ്രിയാണ് അക്സെപ്റ്റ് ചെയ്യുന്നതെന്ന് കൊടുത്തിട്ടുണ്ട്. ഓരോ തസ്തികയുടെയും ജോബ് പ്രൊഫൈൽ കൊടുത്തിട്ടുണ്ട്. വിശദമായിട്ട് തന്നെ ജോലിയുടെ ഭാഗമായിട്ടുള്ള ഡ്യൂട്ടീസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇനി സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സെലക്ഷൻ്റെ ഭാഗമായിട്ട് ഷോർട്ട് ലിസ്റ്റ് ആവുന്നവർക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് അല്ലെങ്കിൽ റിട്ടേൺ ടെസ്റ്റ് അല്ലെങ്കിൽ ടൈപ്പിംഗ് ടെസ്റ്റ്, ഗ്രൂപ്പ് ടാസ്ക്, സ്കിൽ ടെസ്റ്റ്, ടെക്നിക്കൽ ഇൻ്റർവ്യൂ, അങ്ങനെ തസ്തിക അനുസരിച്ചായിരിക്കും സെലക്ഷൻ പ്രോസസ്സ് വരുന്നത്. CBT എല്ലാവർക്കും ഉണ്ട്. CBTക്കകത്ത് വരുന്നത് പാർട്ട് 1 ജനറൽ ആപ്റ്റ്യൂഡ് ആയിരിക്കും. കൺസിസ്റ്റിംഗ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റ്യൂഡ് ടെസ്റ്റ് ആൻഡ് ഇൻ്റലക്ച്വൽ പൊട്ടൻഷ്യൽ ടെസ്റ്റ്. പിന്നീട് ടെക്നിക്കൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ നോളജിൻ്റെ ടെസ്റ്റ് ഉണ്ടായിരിക്കും. അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. എക്സാമിൻ്റെ ഡേറ്റ് വരുന്നത് മെയ് 3 ആയിരിക്കും. 2026 മെയ് 3 പറഞ്ഞിട്ടുള്ളത്. എക്സാമിൻ്റെ സിലബസ് വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ആയി കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം നിങ്ങൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ ഇൻ്റർവ്യൂവിന് മുമ്പായിട്ട് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ നടത്തുന്നതായിരിക്കും. ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടായിരിക്കും ഇൻ്റർവ്യൂ വരുന്നത്. ഇവിടെ ഓരോ തസ്തികയുടെയും ശമ്പളവും അതിൻ്റെ ആനുവൽ എത്രയാണ് കിട്ടുന്നതെന്ന് കൊടുത്തിട്ടുണ്ട്. നല്ല ശമ്പളത്തിലാണ് ജോലി അവസരമുള്ളത്. കൂടാതെ നിങ്ങൾക്ക് അലവൻസുകളും ലഭിക്കുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ ജോലിക്ക് കയറുന്നതിന് മുന്നേ ഒരു ബോണ്ട് എക്സിക്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ജനറൽ കാറ്റഗറി ആണെങ്കിൽ 3 lakhs-ൻ്റെയും ബാക്കിയുള്ള കാറ്റഗറി ആണെങ്കിൽ 50,000 രൂപയുടെയും ബോണ്ട് എക്സിക്യൂട്ട് ചെയ്ത് കൊടുക്കണം. അതായത് നിങ്ങൾ 3 years എങ്കിലും ആ കമ്പനിയിൽ ജോലി ചെയ്തോളാം എന്നുള്ളൊരു ബോണ്ടാണ് എക്സിക്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നീട് നിങ്ങൾക്ക് എംപ്ലോയ്മെൻറ്റിന് മുമ്പ് മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. സെലക്ട് ആവുന്ന ഓഫീസേഴ്സിന് 1 year പ്രൊബേഷൻ ഉണ്ട്. പിന്നെ SC, ST, OBC, EWS, PWD കാറ്റഗറിക്കൊക്കെ റിസർവേഷൻ ഉണ്ടായിരിക്കും. റിസർവേഷൻ ക്ലെയിം ചെയ്യുന്നവർ കൃത്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ്. ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ്. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് മാർച്ച് 25. അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് ഇതാണ്, www.hindustanpetroleum.com. നിങ്ങൾ ഈ സൈറ്റ് ഓപ്പൺ ചെയ്യുക, അപേക്ഷിക്കുക. നന്ദി.